ഗൈസ്, അപ്പൊ ഇതാണ് എന്റെ അച്ഛൻ. അച്ഛൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. അപ്പൊ ഞാൻ പിടിച്ചിരുത്തി വീഡിയോ എടുക്കാണ് ഗൈസ്. അച്ഛൻ നിങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കട്ടെ മറ്റേ ടിവിയില് ബിഗ് ബോസ് ഇല്ലേ, അതിനെ കുറിച്ച്, ബിഗ് ബോസ് ഷോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്കത് അത്ര വലിയ രസമൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്താണ്? അതെന്താ അത്ര രസം തോന്നാണ്ടിരിക്കാൻ എന്താ കാരണം? എന്താ എന്തൊക്കെ കുറെ കോമാളിത്തരം പറയണോ, കാണിക്കണോ, അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് ഇവിടെ ഇരുന്നിട്ട് ഇത്രയും വർഷത്തെ എല്ലാ സീസണും കാണുമ്പോ നിങ്ങള് കൂടി ഇരുന്ന് കണ്ടിട്ടില്ലേ? സമയം പോകാൻ വേണ്ടി കാണും. ഇപ്പൊ എല്ലാവരും പറയുന്നത് 8ന്റെ പണിന്നാണ്, ഇപ്പൊ 7ന്റെ പണി അതിൽ പറയണം മോഹൻലാൽ. അത് സീസൺ 7 അല്ലേ? അപ്പൊ അത് 7ന്റെ പണിയായിരിക്കും. 7ന്റെ പണി കിട്ടും പറഞ്ഞാൽ അതങ്ങനെയാണ്. ശരിയാണ്, 8ന്റെ പണിന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഉള്ള സീസണിൽ നിങ്ങൾക്ക് ആരുടെ ഇഷ്ടപ്പെട്ടത്? അല്ലെങ്കിൽ ഇപ്പോഴത്തെ സീസൺ തുടങ്ങിയിട്ട് ഒരാഴ്ചയായില്ലേ? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല മൊത്തം. അപ്പൊ മൊത്തത്തിൽ ബിഗ് ബോസിനെ കുറിച്ച് നല്ല അഭിപ്രായം അല്ല. മോഹൻലാൽ വരുന്ന എപ്പിസോഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസം മോഹൻലാൽ വരുമല്ലോ, ആ എപ്പിസോഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മോഹൻലാലിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചിട്ടാണ് വരുന്നത്. എല്ലാവർക്കും ഉള്ള മറുപടി കൊടുക്കൂലേ? പൈസ ആയിട്ട് കൊടുക്കും. എനിക്കും ബിഗ് ബോസില് മോഹൻലാൽ വരുന്ന എപ്പിസോഡാണ് ഗൈസ് എനിക്ക് നല്ല ഇഷ്ടം. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാനും എന്റെ അനിയത്തിയും ബിഗ് ബോസ് ഷോന്റെ വലിയ ആരാധകരാണ്. ഞങ്ങള് തമിഴാണെങ്കിലും മലയാളം ആണെങ്കിലും ഫസ്റ്റ് സീസൺ മുതൽ എല്ലാം കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അച്ഛന് തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അച്ഛൻ വന്നിരുന്ന് കാണും. കണ്ടിട്ട് തന്നെ ഇരുന്ന് കുറ്റം പറയും ഗൈസ്, ഇതെന്തിനാ കാണണ്, എപ്പോഴും അടിയാണ്, തല്ലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇന്നും കൊണ്ട് എന്താണ് മറ്റുള്ളവർക്ക് ഉപകാരം, അങ്ങനെയൊക്കെയാണ് അച്ഛന്റെ അഭിപ്രായം. അപ്പൊ അച്ഛന്റെ അഭിപ്രായം കേട്ടുള്ള ഗൈസ് ബിഗ് ബോസിനെ കുറിച്ച്. ഇനി നമുക്ക് അമ്മന്റെ അഭിപ്രായം എന്താണ് ചോദിക്കാം ഗൈസ്. അപ്പൊ അച്ഛന്റെ അഭിപ്രായം അറിഞ്ഞു, ഇനി അമ്മന്റെ അഭിപ്രായം എന്താണ് ചോദിക്കാം. അമ്മ പറയേ. അപ്പൊ നമ്മുടെ ബിഗ് ബോസ് ഷോ തുടങ്ങിയിട്ട് ഒരാഴ്ചയായില്ലേ, അപ്പൊ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതായത് ഇപ്പോഴത്തെ സീസൺ 7 മാത്രമല്ല, മൊത്തത്തില് ബിഗ് ബോസ് ഷോനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മൊത്തത്തില് പിന്നെ ബിഗ് ബോസിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ ഞാൻ ബിഗ് ബോസ് ഒന്നും അധികം കാണാറൊന്നുമില്ല. മൊത്തം എപ്പോഴെങ്കിലും ഒരു 9-9:30 ആകുമ്പോഴേക്കും പണി കഴിഞ്ഞ് വന്ന് 2 സീരിയലും കഴിഞ്ഞ് കിടക്കുമ്പോഴായിരിക്കും ഈ പരിപാടി. പിള്ളേരൊക്കെ അത് എപ്പോഴും വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്കതിൽ കാണുമ്പോൾ ആകെ ബോറടിയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ പിള്ളേർ തല്ലും അടിയും തെറിയും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ബഹളം തന്നെ, ബഹളം തന്നെ, വെറുതെ ഒരു ജാതി ഒരു സ്വരച്ചേർച്ചയില്ലാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ തന്നെ മനുഷ്യന് ഭ്രാന്തിളകും. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ മോഹൻലാൽ വരുന്ന ദിവസത്തെ പരിപാടിയാണ് ഇത്തിരി ഒന്ന് കാണാനൊരിത്. അപ്പോഴും അതും മിക്കവാറും മുഴുവനൊന്നും കാണാനൊന്നും സാധിക്കില്ല. എന്നാലും കുറച്ചൊക്കെ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും എപ്പോഴെങ്കിലും ഒക്കെ പിള്ളേർ കാണുമ്പോൾ കണ്ടല്ലേ പറ്റുള്ളൂ, പറഞ്ഞിട്ട് കാണും. അപ്പൊ ആ ഷോയിനെ കുറിച്ച് അതിന് പ്രത്യേകിച്ച് അഭിപ്രായം ഇല്ല. നല്ലതാണോ ചീത്തയാണോ എന്താണ്? നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ അതിപ്പോ നമുക്ക് പലർക്ക് പല ഇതല്ലേ. എനിക്കത് കാണാൻ ഇഷ്ടമല്ല. അത് ഉണ്ടാവുമായിരിക്കും. ഫുള്ളായി കാണുകയാണെങ്കിലല്ലേ അറിയുള്ളൂ. നല്ല ഭാഗങ്ങളും ഉണ്ടാവും, ചീത്ത ഭാഗങ്ങളും ഉണ്ടാകുമായിരിക്കും. അല്ലാണ്ട് ഒരു ഷോ ഒരു ടിവിയിൽ വരില്ലല്ലോ ഇത്രയും. അതായത് ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനും സുഹൃതി ആണെങ്കിൽ തന്നെ തമിഴും മലയാളവും ഒക്കെ ഞങ്ങൾ ഫുള്ള് ഇരുന്ന് കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവർ അതിരുന്ന് ഫുള്ളും കാണുന്നത്? ഈ തല്ലുകൂടുന്നത് കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണോ, അത് ഇതിൽ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാ പറഞ്ഞാൽ വല്ലതും ഉണ്ടാവുമായിരിക്കാം, ശരിയായിരിക്കാം. ഇന്നത്തെ പിള്ളേരിന്റെ എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് വെട്ടി തുറന്ന പോലെ എല്ലാം പറഞ്ഞ് പരസ്യമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുക. അത് ഒരു മടിയും ഇല്ലാതെയാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതല്ലേ എന്നുള്ളൊരു ചിന്താബോധം ഇല്ലാണ്ടാണ് ഓരോ പെൺകുട്ടികളെ കാണുന്നത്, പറയുന്നത്. അതാണ് അമ്മ അതിൽ ഷോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 100 ദിവസം ഫോണില്ല, വെളിയിലത്തെ ആൾക്കാരായിട്ടുള്ള ഒരു കണക്ഷനും ഇല്ല. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള എല്ലാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തുവരും. ആദ്യത്തെ 1-2 ഒക്കെ ഗൈസ് അവിടെ ക്യാമറ ഉണ്ട് എന്നുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൈൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ നമ്മുടെ റിയൽ ക്യാരക്ടർ പുറത്തു വരും. അത് എന്താ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം നമുക്ക് സങ്കടമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എല്ലാം നമ്മൾ അതിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളൊരു എന്താ പറയാ നല്ല രീതിക്ക് അതിനോട് അകത്തുനിന്ന് കളിച്ചു വരുന്ന ആളാണെങ്കിൽ എല്ലാം കൺട്രോൾ ചെയ്ത് ലൈഫിനെ പിന്നെ എവിടെ പോയാലും ജീവിക്കാനുള്ള ഒരു മനഃശക്തിയായിട്ടായിരിക്കും പുറത്തു വരിക. അങ്ങനെ അല്ലാത്തവരാണ് അവിടെ കിടന്ന് ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പിന്നെ മിണ്ടി ബാഡ് വേർഡ്സ് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ടാവും. ലൈഫിലും അവരങ്ങനെ തന്നെയായിരിക്കും. അവരുടെ റിയൽ ക്യാരക്ടറാണ് നമ്മൾ അവിടെ കാണുന്നത്. ലൈഫിൽ സേഫ് ഗെയിം കളിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ, നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മുടെ ഫാമിലിയിലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിനെയൊക്കെ തിരിച്ചറിയാനും അവർക്കത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ഒരു ഷോ ആണ്. പക്ഷെ പുറത്തുനിന്ന് നമ്മുടെ അച്ഛനമ്മമാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ഇത് എന്ത് ഷോ ആണ്, ഫുള്ള് അടിയും തല്ലും കുത്തും ബഹളും മാത്രമേ ഉള്ളൂ. ചില സമയത്ത് നമുക്കും അങ്ങനെ തോന്നും. കാരണം അൺവാണ്ടഡ് ആയിട്ടുള്ള കുറെ വഴക്ക് വരും. ഇപ്പൊ കുറെ പേര് വിചാരിക്കുന്നുണ്ട് ബിഗ് ബോസ് എന്നുള്ള ഷോ അടിയിടാൻ വേണ്ടി മാത്രമാണ്,
അങ്ങനെ തോന്നാൻ കാരണം അതിൽ പോകുന്ന കണ്ടസ്റ്റൻസും കൂടിയാണ്. കാരണം അവർ അവിടെ എത്തുമ്പോഴേക്കും അടിയിടലാണ്, പിന്നെ സ്വാഭാവികമാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഗൈസ് കേട്ടില്ല, അമ്മന്റെ അഭിപ്രായം ഇങ്ങനെയാണ്. ഗൈസ് ഇതെന്റെ അമ്മമ്മയാണ്, എന്റെ അമ്മന്റെ അമ്മയാണ്. ആള് എല്ലാ സീരിയലും കാണും, സീരിയലിന്റെ മെയിൻ ആളാണ്. അപ്പൊ നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിക്കാം. അമ്മമ്മ, നമ്മുടെ മോഹൻലാൽ വരുന്ന ഷോ ഇല്ലേ ബിഗ് ബോസ്, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അത് നിങ്ങക്ക് ഇഷ്ടമുണ്ടോ അത് കാണാൻ? ഇഷ്ടമുണ്ട്. എന്താ ഇഷ്ടപ്പെടാൻ എന്താ കാരണം? മോഹൻലാലിനെ കണ്ടിട്ട്. ഗൈസ് എന്താണ് ഗൈസ്, മോഹൻലാലിനെ കണ്ടിട്ടാണ് ബിഗ് ബോസ് ഇഷ്ടം. അതിലുള്ള മത്സരാർത്ഥികളിൽ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ വഴക്കൊക്കെ കൂടില്ലേ, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതിനെ കുറിച്ച് ഒന്നുമില്ല, ഇഷ്ടമുണ്ടല്ലേ കാണാൻ? മോഹൻലാൽ വരുന്നോണ്ട് ഇഷ്ടമുണ്ട്. ആഴ്ചത്തെ 2 എപ്പിസോഡ് കാണും അതുകൊണ്ട് അല്ലേ. അപ്പൊ അമ്മമ്മന്റെ അഭിപ്രായം ഇത്രയാണ് ഗൈസ്, മോഹൻലാലിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആള് ബിഗ് ബോസ് കാണുന്നത്, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ അഭിപ്രായമൊന്നുമില്ല. അപ്പൊ അബി, ബിഗ് ബോസ് ഷോയെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? അഭിപ്രായം എന്ന് വെച്ചാൽ കുഴപ്പമില്ല, കണ്ടിരിക്കാം, ഒരു ഫൺ എന്റർടൈൻമെന്റ്. അങ്ങനെ നീ എല്ലാ സീസണും കണ്ടിട്ടുണ്ടോ? ഇല്ല, എല്ലാ സീസണും കാണാൻ പറ്റിയിട്ടില്ല. ഈ സീസണിനെ കുറിച്ച് എന്താ അഭിപ്രായം? സീസൺ 7നെ കുറിച്ച് എന്താ അഭിപ്രായം? ഈ സീസൺ ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒന്ന് ഇതായി വരുന്നതേ ഉള്ളൂ, നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. സുഹൃത്തേക്ക് എന്താ അഭിപ്രായം ബിഗ് ബോസിനെ കുറിച്ച്? ബിഗ് ബോസ് ഞാൻ ഭയങ്കര ഒരു ഫാനാണ്, എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണും. പക്ഷേ സീസൺ 5 വരെ അടിപൊളിയായിരുന്നു. ഈ ബിഗ് ബോസ് സീസൺ 7നെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 1 വീക്കല്ലേ ആയിട്ടുള്ളൂ. അത് അവരൊരു ട്രാക്കിലേക്ക് വന്നിട്ടില്ല. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി കണ്ടസ്റ്റൻസ് ഒക്കെ കുറച്ച് ഒരു ലോ ആയിട്ടാണ് തോന്നുന്നത്. അവർ അതിന്റെ ഉള്ളിൽ വന്ന് വെറുതെ തല്ലുണ്ടാക്കണം. അനീഷിനെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്കിഷ്ടമില്ല, ഭയങ്കര ഒരു ചൊറിയൻ ക്യാരക്ടറായിട്ട് തോന്നുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല, ആൾക്ക് അതിന്റെ ഉള്ളിൽ വന്നിട്ട് എങ്ങനെ കളിക്കണമെന്ന് ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി ഒക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച ലാലേട്ടൻ വന്ന് നല്ലത് പറയുമ്പോൾ ആളുടെ ട്രൂ സെൽഫ് പുറത്തു വരുമായിരിക്കും. അങ്ങനെ പുറത്തു വന്നാൽ മേ ബി നല്ലൊരു ക്യാരക്ടർ അയാളിലും ഉണ്ടാവും. ഇപ്പൊ ആരെയും ജഡ്ജ് ചെയ്യാനായിട്ടില്ല. 1 വീക്ക് ആയിട്ട് ഫേക്ക് ആയിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെന്ന് തോന്നില്ല. ഫേക്ക് ആയിട്ടല്ല, ഫേക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മീൻസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്ന സംഭവമാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ വന്ന് കുറച്ച് കലതിലും നിലവിളിക്കണം ഒരു 3-4 പേരിനൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ആര്യനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇത്ര ക്യൂട്ടായിട്ട് നിൽക്കണ, പക്ഷെ അവനെ കുറിച്ച് എന്താ അഭിപ്രായം? എല്ലാവരും പറയുന്ന ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടുണ്ട്. അവനെന്തോ എനിക്ക് അവൻ ഭയങ്കര പേഴ്സണലി ഭയങ്കര ഫേക്ക് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഫേക്ക് എന്ന് പറയാൻ പറ്റില്ല. പേഴ്സണാലിറ്റി ആയിട്ടൊന്നും പറയാൻ അവർ ഈ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇന്ന ഒരു ഇതാണ്, അതായത് ഇങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ആവാൻ വേണ്ടി എന്തൊക്കെയോ കാണിക്കുന്ന പോലെ ഉള്ളൂ. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും ഒരു പോയിന്റ് കഴിഞ്ഞ് ഇവർക്ക് ആർക്കും ഇതുപോലെ നിൽക്കാൻ പറ്റില്ല. അപ്പോഴേ നമുക്ക് ആരെ ഇഷ്ടപ്പെട്ടു ആരെ ഇഷ്ടപ്പെട്ടില്ല, ആരാണ് നേരെ കളിക്കാനൊക്കെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതിനെ പറ്റി പറയാനുള്ളൊരു ടൈം ആയിട്ട്. അക്ബർ ശരത്തിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? എനിക്ക് അവർ ഇഷ്ടമല്ല. അവരെ എത്ര വേലും എനിക്ക് അവരുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നു തോന്നണില്ല. എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തത് അപ്പാനി ശരത്തിനെയാണ്. കാരണം ആള് എല്ലാവരുടെ അടുത്ത് ആളാണ് ബിഗ് ബോസ് എന്നുള്ളതാണ് ആളുടെ മൈൻഡില്. അങ്ങനെ അടച്ചി, അതായത് ഭയങ്കര വിവാദം ചിലപ്പോ ആയാലോ. അപ്പൊ ലൈഫ് ഓഫ് അനന്തൊക്കെ എടുത്തിട്ട് എന്തൊക്കെ കാണിക്കണ ചാനലിടുന്നത്, എന്തൊക്കെ ചെയ്യണത്? എനിക്ക് അപ്പാനിശരത്ത്, അക്ബർ, എനിക്ക് ഇപ്പൊ ഇഷ്ടം എനിക്ക് ഷാനവാസിനെയും നെവിനെയാണ്. എന്റർടൈൻമെന്റ് എലമെന്റ് ഉണ്ട്. നെവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗൈസ്, അപ്പോ എന്റെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കേട്ടു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.